ഹായ് ഓൾ, I+ ട്രെയിനിങ് സൊല്യൂഷൻസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടീസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സെറ്റിൻ്റെ എക്സാമിനൊക്കെ സ്റ്റേറ്റ്മെൻറ്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ട് വരുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടീസ്. അപ്പോൾ നമ്മൾ എന്താണ് ഈ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടീസ് എന്നും അതിൻ്റെ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്, രണ്ട് മൂന്ന് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഭയങ്കര ഡീറ്റെയിൽ ആയിട്ടൊന്നുമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് എക്സാമിന് അപ് ടു ദി പോയിന്റ് എന്തൊക്കെ കാര്യങ്ങളാണോ നോക്കേണ്ടത്, ജസ്റ്റ് അങ്ങനെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് മാത്രം ഡിസ്കസ് ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്താണ് ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടീസ് എന്നുള്ളത് ആദ്യം നോക്കാം, അതിനുശേഷം നമുക്ക് അതിൻ്റെ ഡിവിഷൻസ് ഡിസ്കസ് ചെയ്യാം കേട്ടോ. അപ്പോൾ when a non-conducting material is placed in an electric field, the electron and the nuclei in the atom or molecule of that material are pulled in the opposite direction and the negative and positive charges are separated and the dipoles are generated in an electric field. അതായത് നമ്മളൊരു നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയലിനെ ഒരു ഇലക്ട്രിക് ഫീൽഡിൻ്റെ പ്രസൻസിൽ കൊണ്ടുവെക്കുന്നു, അല്ലെങ്കിൽ ഒരു നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയലിലേക്ക് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പോൾ ഇലക്ട്രിക് ഫീൽഡ് പ്രൊവൈഡ് ചെയ്യുമ്പം യൂഷ്വലി ഇവിടെ ഈ സബ്സ്റ്റൻസിനകത്ത് ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺസും ഉണ്ടായിരിക്കും, പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ യൂഷ്വലി നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസും പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും രണ്ട് ഡയറക്ഷൻസിലോട്ട് ഓറിയൻറ്റ് ചെയ്യും. ഓക്കെ, രണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലോട്ട് ഓറിയൻറ്റ് ചെയ്യും. അതായത് നെഗറ്റീവ് ചാർജസ് ആൻഡ് പോസിറ്റീവ്ലി ചാർജസിനെ ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലോട്ട് ഷിഫ്റ്റ് ചെയ്യപ്പെടും അല്ലേ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് അവിടെ ഡൈപോൾസ് ക്രിയേറ്റ് ചെയ്യപ്പെടും അല്ലേ. ജസ്റ്റ് ഒന്നുമില്ല, നോൺ കണ്ടക്റ്റിംഗ് മെറ്റീരിയലിലേക്ക് നമ്മളൊരു ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുന്ന സമയത്ത് അവിടെയുള്ള നെഗറ്റീവ്ലി ചാർജ്ഡ് ഇലക്ട്രോൺസും പോസിറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ന്യൂക്ലിയസും ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലേക്ക് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും ഒരു സൈഡിൽ ഒരു നെഗറ്റീവ് ചാർജും ഒരു സൈഡിൽ ഒരു പോസിറ്റീവ് ചാർജും ഡെവലപ്പ് ചെയ്യും. അതായത് ഒരു ഡൈപോൾ അവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്നു അല്ലേ. സോ ദീസ് ഡൈപോൾസ് മേ അലൈൻ themselves in the same direction so that there is a net dipole moment in the crystal, and if the dipole may align themselves in such a way that the net dipole moment in the crystal may zero. ഇനി ഇവിടെ ജനറേറ്റ് ചെയ്യപ്പെടുന്ന ഡൈപോൾസ് സെയിം ഡയറക്ഷൻസിലും അലൈൻ ചെയ്യാം, ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലോട്ടും അലൈൻ ചെയ്യാം. ഇൻ കേസ് അവർ സെയിം ഡയറക്ഷൻസിലേക്കാണ് അലൈൻ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ആ ക്രിസ്റ്റൽ ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്യപ്പെടും. എന്നാൽ ഇവർ ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലേക്കാണ് അലൈൻ ചെയ്യപ്പെടുന്നത് എന്നുണ്ടെങ്കിൽ അവിടുത്തെ നെറ്റ് ഡൈപോൾ മൊമെന്റ് 0 ആയിരിക്കും. ആ ക്രിസ്റ്റലിന്റെ കേസിൽ ഡൈപോൾ മൊമെന്റിന്റെ വാല്യൂ ആബ്സെന്റ് ആയിരിക്കും, അല്ലെങ്കിൽ 0 ആയിട്ടായിരിക്കും പ്രസന്റ് ആയിട്ടുള്ളത്. മനസ്സിലായോ? അപ്പോൾ ഈ ഡൈപോൾ മൊമെന്റ്, ഈ ഡൈപോൾ ക്രിയേറ്റ് ചെയ്തു, എന്നിട്ട് ഈ ഡൈപോൾസ് ഏത് രീതിയിലാണ് അലൈൻ ചെയ്യുന്നത്, സെയിം ഡയറക്ഷൻസിലാണോ ഓപ്പോസിറ്റ് ഡയറക്ഷൻസിലാണോ അലൈൻ ചെയ്യുന്നത് എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് അവരുടെ നെറ്റ് ഡൈപോൾ മൊമെന്റ് പോസിറ്റീവ് ആണോ, അല്ലെങ്കിൽ ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് ആ ക്രിസ്റ്റൽ പോസസ് ചെയ്യുമോ, അതോ 0 ഡൈപോൾ മൊമെന്റ് ആണോ ആ ക്രിസ്റ്റൽ പോസസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. ഓക്കെ, സോ the dielectric properties of the crystal may be classified as ഫെറോഇലക്ട്രിസിറ്റി, പീസോഇലക്ട്രിസിറ്റി ആൻഡ് പൈറോഇലക്ട്രിസിറ്റി. അപ്പം ഈ ഒരു കണ്ടീഷനെയാണ് നമ്മൾ ഡൈഇലക്ട്രിക് കണ്ടീഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡൈഇലക്ട്രിക് കണ്ടീഷൻസ് അല്ലെങ്കിൽ ഈ ഡൈഇലക്ട്രിക് കണ്ടീഷൻസിനെ നമ്മൾ ഡിഫറെൻറ്റ് ആസ്പെക്ട്സിൽ എക്സ്പ്ലെയിൻ ചെയ്യും. അതിനെ നമ്മൾ 3 ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടീസ് ആയിട്ടാണ് കൺസിഡർ ചെയ്തിട്ടുള്ളത്. പീസോ ഇലക്ട്രിസിറ്റി ഉണ്ട്, ഫെറോ ഇലക്ട്രിസിറ്റി ഉണ്ട്, പൈറോ ഇലക്ട്രിസിറ്റി ഉണ്ട്. അപ്പോൾ ഇത് യൂഷ്വലി ചോദ്യങ്ങൾ കണ്ടിട്ടുള്ളത് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് കണ്ടിട്ടുള്ളത്. അപ്പം ഈ ഓരോ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടീസും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ജസ്റ്റ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ്സ് ഒന്ന് നോട്ട് ചെയ്ത് പോയേക്കുക കേട്ടോ. വലിച്ചു വാരിയൊന്നും എഴുതി വെക്കേണ്ട, ജസ്റ്റ് ആ മെയിൻ പോയിന്റ്സ് മാത്രം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പം സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു കഴിഞ്ഞാലും ഈസി ആയിട്ട് ആൻസർ കണ്ടെത്താനായിട്ട് പറ്റിക്കോളും. ഓക്കെ, സോ നമുക്ക് ആദ്യം പീസോ ഇലക്ട്രിസിറ്റി എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടി ആണ് പീസോ ഇലക്ട്രിസിറ്റി. എന്താണ് കൺസെപ്റ്റ് എന്നുള്ളത് നോക്കാം. The solids in which the individual dipoles are formed and align themselves in an ordered manner in such a way so that a net dipole moment of the solid shows piezoelectricity. അതായത് നമ്മൾ പറഞ്ഞു ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രസൻസിൽ കൊണ്ടുവെക്കുമ്പോഴത്തേനും അവിടെ ഒരു ഡൈപോൾ ജനറേറ്റ് ചെയ്യും. ഈ ഡൈപോൾസ് എല്ലാവരും കൃത്യമായിട്ട് സെയിം ഡയറക്ഷനിൽ ഓർഡേർഡ് മാനറിലാണ് അലൈൻ ചെയ്യുന്നത് എന്ന് കരുതുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി അവിടെ എന്ത് ഡെവലപ്പ് ചെയ്യപ്പെടും? ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് അങ്ങനെയുള്ള ക്രിസ്റ്റൽസിന്റെ കേസിൽ ഡെവലപ്പ് ചെയ്യപ്പെടും അല്ലെ. അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പീസോ ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് എന്ന് പറയുക, അല്ലെങ്കിൽ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ എന്ന് പറയുക. അതായത് യൂഷ്വലി അവരുടെ കേസിൽ ഒരു ഡൈപോൾ മൊമെന്റ് ക്രിയേറ്റ് ചെയ്തു, അല്ലെങ്കിൽ ഒരു ഡൈപോൾ ഡെവലപ്പ് ചെയ്തു. ഈ ഡൈപോൾസ് എല്ലാം സെയിം ഡയറക്ഷനിൽ ഓർഡേർഡ് ആയിട്ട് അലൈൻ ചെയ്യുകയും അവർക്ക് ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് എക്സ്പീരിയൻസ് ചെയ്യപ്പെടുകയും ചെയ്യും. അങ്ങനെയുള്ള ക്രിസ്റ്റൽസിനെയാണ് നമ്മൾ പീസോ ഇലക്ട്രിക് അല്ലെങ്കിൽ പീസോ ഇലക്ട്രിസിറ്റി എന്ന് യൂഷ്വലി പറയുന്നത്. ഓക്കെ, And when pressure is applied in such solids, their atoms or ions are displaced and produce electricity. ഇനി അങ്ങനെയുള്ള മെറ്റീരിയൽസിലേക്ക്, അങ്ങനെയുള്ള സോളിഡ്സിലേക്ക്
നമ്മളൊരു പ്രഷർ ഇൻഡ്യൂസ് ചെയ്യുകയാണെന്ന് കരുതുക. ഓർഡറായിട്ട് കൃത്യമായിട്ട് അലൈൻ ചെയ്തിട്ടുള്ള അങ്ങനെയുള്ള ഒരു ക്രിസ്റ്റൽ അല്ലെങ്കിൽ സോളിഡിലേക്ക് നമ്മളൊരു എക്സ്റ്റേണലി ഒരു പ്രഷർ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ ആറ്റംസും അയോൺസും എല്ലാം ആ ഓർഡേർഡ് മാനറിൽ നിന്നും ഡിസ്പ്ലേസ്ഡ് ആവുകയും അവിടെ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ പീസോ ഇലക്ട്രിസിറ്റിയുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഒരു കീ വേർഡാണ് പ്രഷർ. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെയുള്ള അയോൺസ് അല്ലെങ്കിൽ അവിടെയുള്ള ആറ്റംസിന് ആ ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് നഷ്ടപ്പെടുകയും അല്ലെങ്കിൽ അവരുടെ പൊസിഷൻ ഡിസ്പ്ലേസ്ഡ് ആവുകയും അവിടെ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസിൽ എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായല്ലോ, ക്ലിയർ ആണല്ലോ. അപ്പോൾ യൂഷ്വലി അവിടെ ക്രിയേറ്റ് ചെയ്ത ഡൈപോൾസ് എല്ലാവരും സെയിം ഡയറക്ഷനിൽ ഓർഡേർഡ് മാനറിലാണ് അറേഞ്ച് ചെയ്തത്. അങ്ങനെ ഒരു നെറ്റ് ഡൈപോൾ മൊമെന്റ് അവിടെ ഡെവലപ്പ് ചെയ്യും. അത്തരത്തിലുള്ള സോളിഡ്സിനെയാണ് നമ്മൾ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് വിളിച്ചത്. ആൻഡ് ഈ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസിന്റെ കേസിൽ നമ്മൾ ഒരു പ്രഷർ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അവിടുത്തെ ഓർഡേർഡ് ആയിട്ടിരുന്ന അയോൺസും എല്ലാം അവർ ഡിസ്പ്ലേസ്ഡ് ആയപ്പോഴത്തേന് അതിന്റെ ഭാഗമായിട്ട് അവിടെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, അങ്ങനെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽസിനെയാണ് നമ്മൾ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് യൂഷ്വലി പറയുക. ഓക്കെ, സോ പീസോ ഇലക്ട്രിസിറ്റി ഈസ് ആൻ ഇലക്ട്രിക് ചാർജ് വിച്ച് അക്യുമുലേറ്റ്സ് ഇൻ സം ക്രിസ്റ്റൽസ് ഡ്യൂ ടു മെക്കാനിക്കൽ സ്ട്രെസ്. It means piezoelectricity is the electricity resulting from pressure and latent heat. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇത്. നമുക്ക് സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിൻ്റെ അകത്ത് ഇൻക്ലൂഡഡ് ആവാനായിട്ട് സാധ്യതയുള്ള രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ്. നോക്കിക്കേ, ഒന്ന് ഇങ്ങനെയായിരിക്കും വരിക, ദ ഡൈലക്ട്രിക് പ്രോപ്പർട്ടി ഇൻ വിച്ച് ഇലക്ട്രിക് ചാർജ് അക്യുമുലേറ്റ് ഇൻ സം ക്രിസ്റ്റൽസ് ഡ്യൂ ടു മെക്കാനിക്കൽ സ്ട്രെസ്. അപ്പോൾ ചില പ്രോപ്പർട്ടീസിൽ മെക്കാനിക്കൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രിക് പ്രോപ്പർട്ടീസ് ഡെവലപ്പ് ചെയ്യുന്നുവെങ്കിൽ അത്തരത്തിലുള്ള സോളിഡ്സിനെ അല്ലെങ്കിൽ മെറ്റീരിയൽസിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു? എന്താണ്? പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പീസോ ഇലക്ട്രിസിറ്റി. കേട്ടോ, അപ്പം മെക്കാനിക്കൽ സ്ട്രെസ്സിൻ്റെ ഭാഗമായിട്ട് അവിടെ ഇലക്ട്രിക് ചാർജ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. എവിടെയാ? പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസിൻ്റെ കേസിൽ. അല്ലാന്നുണ്ടെങ്കിൽ piezoelectricity is the electricity resulting from pressure and latent heat. പ്രഷർ അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റിന്റെ ഭാഗമായിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഡൈലക്ട്രിക് മെറ്റീരിയൽസിനെ ഏത് പേരിൽ അറിയപ്പെടുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ആണ് കേട്ടോ. അപ്പോൾ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസിന്റെ കീവേഡ്സ് എന്താണ്? ഒന്ന്, അയോൺസ് ഓർഡേർഡ് ആയിട്ടുള്ള അറേഞ്ച്മെന്റ് ആണ്. രണ്ട്, പ്രഷർ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴത്തേനാണ് അവിടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടായിട്ട് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ദെൻ മെക്കാനിക്കൽ സ്ട്രെസ്, പ്രഷർ ആൻഡ് ലേറ്റന്റ് ഹീറ്റ്. ഈ 4 ടേംസ് ആണ് നമ്മുടെ പീസോ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കീവേഡ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് വിത്ത് പെർമനന്റ് ഡൈപോൾസ് ആർ സെഡ് ടു ഹാവ് ഫെറോ ഇലക്ട്രിസിറ്റി. അതും ഓർത്ത് വെച്ചേക്കുക, സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസിനകത്ത് വരാൻ സാധ്യതയുള്ളതാണ്. ചിലപ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെന്റ്സിനകത്ത് ഇങ്ങനെ തരും, പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് വിത്ത് പെർമനന്റ് ഡൈപോൾസ് ആർ സെഡ് ടു ഹാവ് പൈറോ ഇലക്ട്രിസിറ്റി എന്നൊക്കെ തരും. അപ്പോൾ ഓർത്ത് വെച്ചേക്കാം, പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസിൽ ഒരു പെർമനന്റ് ആയിട്ടുള്ള ഡൈപോൾസ് അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവരെ നമ്മൾ എന്തും വിളിക്കും? ഫെറോ ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്നും വിളിക്കും കേട്ടോ. അപ്പോൾ പീസോ ഇലക്ട്രിസിറ്റി വിത്ത് പെർമനന്റ് ഡൈപോൾസ് അതിനെ എന്താ വിളിക്കുക? ഫെറോ ഇലക്ട്രിസിറ്റി എന്നാണ് വിളിക്കുക കേട്ടോ. സോ പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് വിത്ത് സീറോ ഡൈപോൾസ് ആർ സെഡ് ടു ഹാവ് ആന്റി ഫെറോ ഇലക്ട്രിസിറ്റി. അപ്പം പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസിൽ പെർമനന്റ് ഡൈപോൾസ് വരുന്നപ്പോൾ അതിനെ ഫെറോ ഇലക്ട്രിസിറ്റി എന്ന് വിളിച്ചു. ഇനി പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസിൽ തന്നെ സീറോ ഡൈപോൾസ് വരുന്ന കണ്ടീഷനിൽ അവരെ എന്ത് വിളിച്ചു? ആന്റി ഫെറോ ഇലക്ട്രിസിറ്റി എന്ന് വിളിച്ചു കേട്ടോ. ആന്റി ഫെറോ ഇലക്ട്രിസിറ്റി എന്ന് വിളിച്ചു. ഇനി പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾസ് നോക്കി വെച്ചേക്കുക. കാർഡ്സ് ഉണ്ട്, റോഷലൈ സോൾട്ട് ഉണ്ട്, ഇതൊക്കെ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾസ് ആണ്. ദെൻ ആപ്ലിക്കേഷൻസ് പ്രധാനമായിട്ടും പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസിനെ നമ്മൾ പ്രധാനമായിട്ടും എവിടേക്കാണ് ഉപയോഗിക്കുക? കപ്പാസിറ്റേഴ്സിൽ, ട്രാൻസിസ്റ്റേഴ്സിൽ, കമ്പ്യൂട്ടേഴ്സിലൊക്കെയാണ് കൂടുതലായിട്ടും നമ്മൾ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസിനെ ഉപയോഗിക്കുക കേട്ടോ. അപ്പോൾ ഇത്രയും പോയിന്റ്സ് നോക്കി വെച്ചേക്കാം. പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസിൽ ഈ ഡൈപോൾസ് ഓർഡേർഡ് ആയിട്ടായിരിക്കും അലൈൻ ചെയ്തിട്ടുള്ളത്. പ്രഷർ അപ്ലൈ ചെയ്യുമ്പോഴാണ് അവിടെ ഒരു ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നത്. ദെൻ യൂഷ്വലി നമ്മളൊരു മെക്കാനിക്കൽ സ്ട്രെസ് അപ്ലൈ ചെയ്യുന്ന കണ്ടീഷൻസ് അല്ലെങ്കിൽ പ്രഷർ ആൻഡ് ലേറ്റന്റ് ഹീറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇലക്ട്രിക്കൽ ചാർജ് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ അവിടെയും ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് തന്നെയാണ്. ദെൻ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് വിത്ത് നെറ്റ് ഡൈപോൾ മൊമെന്റിനെയാണ് നമ്മൾ ഫെറോ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുക. ആൻഡ് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽ വിത്ത് സീറോ ഡൈപോൾ മൊമെന്റിനെയാണ് നമ്മൾ ആന്റി ഫെറോ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുക. ദെൻ എക്സാമ്പിൾസ് നോക്കി വെച്ചേക്കുക. ക്വാർട്സ് ഉണ്ട്, റോഷലൈ സോൾട്ട് ഉണ്ട്, ദെൻ നമ്മുടെ ട്രാൻസിസ്റ്റർ, കപ്പാസിറ്റർ, കമ്പ്യൂട്ടർ ഒക്കെയാണ് സാധാരണയായിട്ട് ഇതിൻ്റെ ആപ്ലിക്കേഷൻസ് വരുന്നത്. ഓക്കെ, രണ്ടാമത്തെ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടിയാണ് പൈറോ ഇലക്ട്രിസിറ്റി. നോക്കുക, പൈറോ ഇലക്ട്രിസിറ്റി ഈസ് ദ എബിലിറ്റി ഓഫ് സർട്ടൺ ക്രിസ്റ്റൽസ് ടു പ്രൊഡ്യൂസ് എ ടെമ്പററി വോൾട്ടേജ് വെൻ ദേ ആർ ഹീറ്റഡ് ഓർ കൂൾഡ്. അപ്പോൾ എന്താണ് പൈറോ ഇലക്ട്രിസിറ്റി എന്ന് പറഞ്ഞാൽ? നമ്മൾ ചില ക്രിസ്റ്റൽസിനെ ചില ക്രിസ്റ്റൽസിന് ടെമ്പററി ആയിട്ട്
എന്താണ് വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യുക. അതായത് നമ്മൾ ചില ക്രിസ്റ്റൽസിനെ ഹീറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ കൂൾ ചെയ്യുകയോ ചെയ്യുന്ന സമയത്ത് പെർമനൻ്റ് ആയിട്ടല്ല, പക്ഷെ അവർക്ക് ടെമ്പററി ആയിട്ട് വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു എബിലിറ്റി ഉണ്ട്. അങ്ങനെയുള്ള മെറ്റീരിയൽസ്, അങ്ങനെയുള്ള ക്രിസ്റ്റൽസിനെ അല്ലെ സോളിഡ്സിനെയാണ് നമ്മൾ പൈറോ ഇലക്ട്രിക് സബ്സ്റ്റൻസ് അല്ലെങ്കിൽ ആ ഒരു പ്രോപ്പർട്ടീനെയാണ് നമ്മൾ പൈറോ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കുക കേട്ടോ. അപ്പോൾ ചില ക്രിസ്റ്റൽസിനെ നമ്മൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ കൂളിങ്ങിന് വിധേയമാക്കുമ്പോൾ അവിടെ എന്ത് സംഭവിക്കുന്നു? ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഒരു ടെമ്പററി വോൾട്ടേജ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടും. ടെമ്പററി വോൾട്ടേജ് ആണ് കേട്ടോ. ടെമ്പററി വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അതിനെയാണ് പൈറോ ഇലക്ട്രിസിറ്റി. അപ്പോൾ പൈറോ ഇലക്ട്രിസിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്ത് ഒന്നാമത് നിങ്ങൾ ഓർത്തിരിക്കേണ്ട കീവേഡാണ് ടെമ്പററി ഇലക്ട്രിസിറ്റി. ഓക്കെ, ടെമ്പററി ഇലക്ട്രിസിറ്റി അല്ലെ ടെമ്പററി വോൾട്ടേജ്. Some piezoelectric crystals produce electricity on heating. Thus produced electricity is called pyroelectricity and this phenomenon is called pyroelectric effect. ഇനി ചില പീസോഇലക്ട്രിക് ക്രിസ്റ്റൽസ് നമ്മൾ അവരെ ചൂടാക്കുന്ന സമയത്ത് ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും. നമ്മൾ അവിടെ പറഞ്ഞു ടെമ്പററി വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കുന്നവരാണ് നമ്മുടെ പൈറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞു. ഇനി ചില പൈറോ ഇലക്ട്രിക് മെറ്റീരിയൽസിനെ നമ്മൾ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് അവർ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കും. അങ്ങനെയുള്ള പൈറോ ഇലക്ട്രിക് മെറ്റീരിയൽസിനെ നമ്മൾ പീസോ ഇലക്ട്രിക് എന്ന് വിളിക്കും, അല്ലെ പീസോ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കും. പൈറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് അല്ലെങ്കിൽ പൈറോ ഇലക്ട്രിസിറ്റി എന്ന് വിളിക്കും കേട്ടോ. അപ്പോൾ സം പീസോ ഇലക്ട്രിക് ക്രിസ്റ്റൽസ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി ഓൺ ഹീറ്റിംഗ്, ദസ് പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി കോൾഡ് പൈറോ ഇലക്ട്രിസിറ്റി ആൻഡ് ദ ഫിനോമിനൻ ഈസ് കോൾഡ് പൈറോ ഇലക്ട്രിക് ഇഫക്റ്റ്. അപ്പോൾ ഹീറ്റിംഗ് അല്ലെങ്കിൽ കൂളിംഗുമായിട്ട് ബന്ധപ്പെട്ട് വോൾട്ടേജ് അല്ലെങ്കിൽ കറണ്ട് അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കുന്ന കണ്ടീഷൻ എന്ന് കേട്ട് കഴിഞ്ഞാൽ അപ്പോഴേ നിങ്ങൾ ആരിലേക്ക് പോയിക്കോണം? പൈറോ ഇലക്ട്രിസിറ്റിയിലേക്ക് പോയിക്കോണം കേട്ടോ. So unlike piezoelectricity which is generated by mechanical stress, pyroelectricity is induced by thermal changes. അപ്പം നമ്മുടെ പീസോ ഇലക്ട്രിസിറ്റി ആര് കാരണമായിരുന്നു ഉൽപ്പാദിപ്പിച്ചത്? മെക്കാനിക്കൽ സ്ട്രെസ് കാരണമാണ് അല്ലേ. പക്ഷെ പൈറോ ഇലക്ട്രിസിറ്റിയിലേക്ക് വന്നപ്പോഴത്തേനോ തേർമൽ ചേഞ്ചസ് ആണ് പൈറോ ഇലക്ട്രിസിറ്റി ഉൽപ്പാദിപ്പിക്കാനായിട്ടുള്ള മെയിൻ റീസൺ കേട്ടോ. അപ്പോൾ ഓർത്ത് വെക്കുക, പീസോ ഇലക്ട്രിസിറ്റിയിലും മെക്കാനിക്കൽ സ്ട്രെസ് ആണെങ്കിൽ പൈറോ ഇലക്ട്രിസിറ്റിയിലേക്ക് വരുമ്പോൾ തെർമൽ ചേഞ്ചസ് ആണ് അടുത്ത കീവേഡ് ആയിട്ട് വരുന്നത് കേട്ടോ. അതും ഓർത്ത് വെച്ചേക്കുക. ടെമ്പററി വോൾട്ടേജ് ഡ്യൂ ടു ഹീറ്റിംഗ് ഓർ കൂളിംഗ്, തെർമൽ ചേഞ്ചസ്, ഈ രണ്ട് കീവേഡ്സ് ആണ് പൈറോ ഇലക്ട്രിസിറ്റിയുമായിട്ട് ബന്ധപ്പെട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. Then pyroelectric crystals are generally naturally electrically polarized and they result and as a result contain large electric fields. Now due to a change in crystal structure, polarization of the crystal changes which causes to a rise in the voltage across the crystal, and now if the temperature remains constant at its new value, the pyroelectric voltage disappears due to leakage current and they are used in heat sensors, power generations and nuclear fusion. അതായത് പൈറോ ഇലക്ട്രിക് ക്രിസ്റ്റൽസിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ യൂഷ്വലി അവർ നാച്ചുറലി പോളറൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് ആണ്. ആൻഡ് അതുപോലെ തന്നെ അവരിൽ ലാർജ് ഇലക്ട്രിക് ഫീൽഡും പ്രസൻ്റ് ആയിട്ടുണ്ട്. പക്ഷേ നമ്മൾ ഇവരെ ഹീറ്റിംഗ് അല്ലെങ്കിൽ കൂളിങ്ങിന് വിധേയമാക്കുന്ന സമയത്ത് പോളറൈസേഷൻ വേരിയേഷൻസ് സംഭവിക്കും. പോളറൈസേഷൻ അതായത് പെർമനൻ്റ് ആയിട്ട് അവർക്കൊരു പോളറൈസ്ഡ് സ്റ്റേറ്റിലായിരുന്നു നിന്നത്. പക്ഷേ ഹീറ്റിംഗ് ഓർ കൂളിങ്ങിന് വിധേയമാക്കുമ്പോൾ ആ പോളറൈസേഷനിൽ ചെറിയ വേരിയേഷൻസ് വരികയും അതിൻ്റെ ഭാഗമായിട്ട് വിച്ച് കോസസ് എ റൈസ് ടു ദി വോൾട്ടേജ് ഓഫ് ദി ക്രിസ്റ്റൽ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഒരു വോൾട്ടേജ് റൈസ് ഉണ്ടാവുകയും ഒരു ടെമ്പററി വോൾട്ടേജ് ചേഞ്ചസ് നമുക്കിവിടെ ഒബ്സർവ് ചെയ്യാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഓർത്തിരിക്കേണ്ട ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആപ്ലിക്കേഷൻസ് എവിടെയാണ്? നമ്മൾ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ട്രാൻസിസ്റ്റേഴ്സ്, ഇൻസുലേറ്റർ, കമ്പ്യൂട്ടേഴ്സിലൊക്കെയാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞില്ലേ. അതേപോലെ ഇവർ ഹീറ്റ് സെൻസേഴ്സിൽ ഉപയോഗിക്കാറുണ്ട്, പവർ ജനറേഷൻസിന് യൂസ് ചെയ്യാറുണ്ട്, ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ഷൻസിലൊക്കെ നമ്മൾ ഈ പറയുന്ന പൈറോ ഇലക്ട്രിക് മെറ്റീരിയൽസിൻ്റെ ആപ്ലിക്കേഷൻസ് ഉപയോഗിക്കാറുണ്ട് കേട്ടോ. അപ്പം ഇവിടെ കീവേഡ്സ് ടെമ്പററി വോൾട്ടേജ് എന്നുള്ളത് കീവേഡാണ്, ഓർത്ത് വെച്ചേക്കുക. തെർമൽ ചേഞ്ചസ് എന്നുള്ളത് കീവേഡാണ്, ഓർത്ത് വെച്ചേക്കുക. ദെൻ ഇവർക്കൊരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു പോളറൈസേഷൻ ഉണ്ട് എന്നുള്ളത് ഓർത്ത് വെച്ചേക്കുക. പക്ഷേ നമ്മൾ തെർമൽ ചേഞ്ചസിന് വിധേയമാക്കുമ്പോൾ ഈ തെർമൽ മീൻസ് അവർക്ക് പെർമനൻ്റ് ആയിട്ട് ഉണ്ടായിരുന്ന ആ ഒരു പോളറൈസേഷൻസിൽ വേരിയേഷൻസ് വരികയും അതിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ ഒരു ടെമ്പററി വോൾട്ടേജ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നതെന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ, ദെൻ മൂന്നാമത്തെ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടിയാണ് നമ്മുടെ ഫെറോ ഇലക്ട്രിസിറ്റി. നോക്കാം, ഇൻ സം ക്രിസ്റ്റൽസ് ദ ഡൈപോൾസ് ആർ പെർമനൻ്റ്ലി അലൈൻഡ് ഈവൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് ആൻ ഇലക്ട്രിക് ഫീൽഡ്. They possess spontaneous electric polarization. On the application of external electric field on such crystals, their ഇലക്ട്രിക്കൽ പോളറൈസേഷൻ ഗെറ്റ് റിവേഴ്സ്ഡ്. അതായത് ഇപ്പോൾ ചില ക്രിസ്റ്റൽസിൻ്റെ കേസിൽ നമ്മൾ കൺസിഡർ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അവരുടെ ഡൈപോൾസ് നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തില്ലെങ്കിൽ പോലും പെർമനൻ്റ് ആയിട്ട് കൃത്യമായിട്ട് അലൈൻ ചെയ്തിട്ടായിരിക്കും ഉള്ളത്. ഓക്കെ, അപ്പം ചില ക്രിസ്റ്റൽസിൽ അവരുടെ ഡൈപോൾസ് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അവർ കൃത്യമായിട്ട് പെർമനൻ്റ് ആയിട്ട് അലൈൻ ചെയ്തിട്ടായിരിക്കും ഉള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിൽ
സ്പോണ്ടേനിയസ് ആയിട്ടുള്ള ഇലക്ട്രിക് പോളറൈസേഷനും പോസിബിൾ ആണ്. അപ്പം അങ്ങനെയുള്ള കേസസിലേക്ക് അതിപ്പം നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കാതെ തന്നെ ഒരു പോളറൈസ്ഡ് കണ്ടീഷനിൽ അലൈൻ ചെയ്ത് നിൽക്കുകയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ കൊടുക്കുമ്പോഴത്തേന് എന്ത് സംഭവിക്കും? അവരുടെ പോളറൈസേഷൻ്റെ ഡയറക്ഷൻ റിവേഴ്സ്ഡ് ആവും. ഓക്കെ, അവരുടെ പോളറൈസേഷൻ്റെ ഡയറക്ഷൻ നേരെ റിവേഴ്സ്ഡ് ആവും. അതായത് നോർമലി ഡൈപോൾസ് പെർമനന്റ്ലി അലൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു ഈവൻ ഇൻ ദി ആബ്സെൻസ് ഓഫ് ഇലക്ട്രിക് ഫീൽഡ്. അങ്ങനെയുള്ള ഒരു സിസ്റ്റത്തിലേക്ക് നമ്മൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോഴത്തേന് അവരുടെ പോളറൈസേഷൻ്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു? നേരെ റിവേഴ്സ്ഡ് ആവുന്നു. ഓക്കെ, അതാണ് ഫെറോ ഇലക്ട്രിസിറ്റിയുടെ കണ്ടീഷൻ. ആൻഡ് ഓൾ ദ ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ആർ പൈറോ ഇലക്ട്രിക് ആസ് വെൽ. യൂഷ്വലി ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എല്ലാം പൈറോ ഇലക്ട്രിക് ബിഹേവിയറും കാണിക്കുന്നുണ്ട്. ആ പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഓൾ ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് ആർ പൈറോ ഇലക്ട്രിക് ആസ് വെൽ. ഓക്കെ, പക്ഷേ എല്ലാ പൈറോ ഇലക്ട്രിക് മെറ്റീരിയൽസും ഫെറോ ഇലക്ട്രിക് അല്ല കേട്ടോ. അപ്പോൾ അത് സ്റ്റേറ്റ്മെന്റ് കൃത്യമായിട്ടൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മറിച്ച് വെക്കുക. സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ദീസ് മെറ്റീരിയൽസ് ആർ ഇലക്ട്രിക്കൽ അനലോഗ് ഓഫ് ഫെറോ മാഗ്നറ്റിക് മെറ്റീരിയൽസ്. ഇനി നമ്മുടെ എന്താണ് പൈറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എന്ന് പറഞ്ഞാൽ പൈറോ ഇലക്ട്രിക് മെറ്റീരിയൽസും ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസും സിമിലർ ആണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഒന്നിൻ്റെ ഇലക്ട്രിക്കൽ അനലോഗ് ആയിട്ടുള്ളതാണ് കേട്ടോ. And they have the possibility to retain some residual electrical polarization after an applied voltage has been switched off. അതായത് നമ്മളിപ്പം എക്സ്റ്റേണലി അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അവിടെ നിർത്തിക്കഴിഞ്ഞാൽ പോലും ഇവർക്ക് എന്താണ് കുറച്ച് ഇലക്ട്രിസിറ്റി അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ പോളറൈസേഷൻ അവിടെ റീറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അതായത് നമ്മൾ കൊടുക്കുന്ന പോളറൈസേഷൻ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ നിന്ന് വിഡ്രോ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് ആ പോളറൈസേഷൻ റെസിഡ്വൽ ഇലക്ട്രിക് പോളറൈസേഷൻ കുറച്ച് നേരം കൂടെ അവിടെ റീറ്റെയിൻ ചെയ്യാനായിട്ടുള്ള കഴിവുള്ള ആളുകളാണ് ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ കമ്പൈൻഡ് ആയിട്ട് ഇവിടെ ഒരു ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് നോക്കാം. ആദ്യത്തെ പോയിന്റ് ആയിട്ട് എന്താണ് ഇവരുടെ കേസിൽ പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസിന്റെ കേസിൽ ഇലക്ട്രിക് ചാർജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യും എന്ന് പറഞ്ഞാൽ നമ്മളൊരു മെക്കാനിക്കൽ സ്ട്രെസ് അല്ലെന്നുണ്ടെങ്കിൽ ഒരു പ്രഷർ അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന സമയത്താണ് ഇലക്ട്രിക്കൽ ചാർജ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കേട്ടോ. ഇലക്ട്രിക്കൽ ചാർജ് ഈസ് പ്രൊഡ്യൂസ്ഡ് വെൻ എ മെക്കാനിക്കൽ സ്ട്രെസ് ഓർ പ്രഷർ ഓർ ലേറ്റന്റ് ഹീറ്റ് ഈസ് അപ്ലൈഡ്. പക്ഷേ പൈറോ ഇലക്ട്രിക് മെറ്റീരിയൽസിലേക്ക് വരുമ്പോഴത്തേനോ അവിടെ എന്താ സംഭവിക്കുക? എ ടെമ്പററി വോൾട്ടേജ് ഈസ് ഡെവലപ്ഡ് ഡ്യൂ ടു തെർമൽ ചേഞ്ചസ് അല്ലെങ്കിൽ ഹീറ്റിംഗ് ഓർ കൂളിംഗ് കൊടുക്കുമ്പോൾ അവിടെ ഒരു ടെമ്പററി ആയിട്ടുള്ള ഇലക്ട്രിക് ചാർജ് അല്ലെങ്കിൽ വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്ന കണ്ടീഷനാണ് പൈറോ ഇലക്ട്രിസിറ്റിയുടേത്. ഓക്കെ, ദെൻ ഫെറോ ഇലക്ട്രിക് മെറ്റീരിയൽസ് എക്സിബിറ്റ് എ യൂണിക് പ്രോപ്പർട്ടി ഓഫ് സ്പോണ്ടേനിയസ് ഇലക്ട്രിക് പോളറൈസേഷൻ ദാറ്റ് ക്യാൻ ബി റിവേഴ്സ്ഡ് ഓർ സ്വിച്ച്ഡ് ബൈ അപ്ലൈയിങ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഇനി ഫെറോ ഇലക്ട്രിസിറ്റിയുടെ പ്രത്യേകത എന്താ? അവർക്ക് പെർമനന്റ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് പോളറൈസേഷൻ ഉണ്ട്. നമ്മൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അവിടെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ പോളറൈസേഷൻ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. അപ്പോൾ അത് ഫസ്റ്റ് പോയിന്റ് അവരുടെ ഡെഫിനേഷൻ ഓർത്ത് വെച്ചിട്ട് ഇവിടെ മെക്കാനിക്കൽ സ്ട്രെസ് കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു പ്രഷർ കൊടുക്കുമ്പോഴത്തേന് ഒരു ഇലക്ട്രിക് ചാർജ് ഡെവലപ്പ് ചെയ്യുന്ന കണ്ടീഷനാണ് പീസോ ഇലക്ട്രിക് മെറ്റീരിയൽസിന്റെ. പൈറോ ഇലക്ട്രിസിറ്റിയുടെ കേസിൽ എന്തായിരുന്നു കണ്ടീഷൻ? നമ്മളൊരു തെർമൽ ചേഞ്ചസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ അവിടെ ഒരു ടെമ്പററി വോൾട്ടേജ് ഡെവലപ്പ് ചെയ്യുന്ന കണ്ടീഷൻ ആയിരുന്നു. ആൻഡ് ഫെറോ ഇലക്ട്രിസിറ്റിയുടെ കേസിലോ അവർക്ക് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് ആൻ എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് അവർക്കൊരു പോളറൈസേഷൻ ഉണ്ടായിരുന്നു. നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുക്കുമ്പോൾ ഈ പോളറൈസേഷൻ എന്ത് ചെയ്യും? റിവേഴ്സ് ചെയ്യും. അതാണ് ഫെറോ ഇലക്ട്രിസിറ്റിയുടെ കണ്ടീഷൻ. ഓക്കെ, ദെൻ ജനറേറ്റ് പോളറൈസേഷൻ ഇൻ റെസ്പോൺസ് ടു മെക്കാനിക്കൽ സ്ട്രെസ് ഓർ ഡിഫോർമേഷൻ. യൂഷ്വലി ഇവിടെ ഒരു ചേഞ്ച് ഉണ്ടാവുന്നത് അല്ലെങ്കിൽ ഒരു പോളറൈസേഷൻ ഉണ്ടാവുന്നത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഒരു മെക്കാനിക്കൽ സ്ട്രെസ് അല്ലെങ്കിൽ ഒരു പ്രഷർ ചേഞ്ച് കൊടുക്കുമ്പോഴാണ് ഇവിടെ ഒരു പോളറൈസേഷൻ നടക്കുന്നത്. എന്നാൽ ഇവിടേക്ക് വരുമ്പോഴത്തേനോ ചേഞ്ച് ഇൻ പോളറൈസേഷൻ എന്ന് പറയുന്നത് എന്തിൻ്റെ ഭാഗമായിട്ടാണ്? ഒരു ടെമ്പററി പോളറൈസേഷൻ, പെർമനന്റ് ആയിട്ടുള്ള ഒരു പോളറൈസേഷൻ അല്ല. നമ്മൾ അവിടെ കൊടുക്കുന്ന തെർമൽ ചേഞ്ചസിന് ആനുപാതികമായിട്ടൊരു ടെമ്പററി പോളറൈസേഷൻ മാത്രമേ ഇവരുടെ കേസിൽ നടക്കുന്നുള്ളൂ. ആരുടെ കേസിൽ? പൈറോ ഇലക്ട്രിസിറ്റിയുടെ കേസിൽ. ആൻഡ് എന്താണ് ഫെറോ ഇലക്ട്രിസിറ്റിയുടെ കേസിലും പെർമനന്റ് ആയിട്ടുള്ള പോളറൈസേഷൻ ഉണ്ട്. നമ്മൾ പറഞ്ഞു ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള പോളറൈസേഷൻ ആണ്. പക്ഷേ എങ്ങാനും നമ്മൾ ഒരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ ആ പോളറൈസേഷന്റെ ഡയറക്ഷൻ എന്ത് ചെയ്യുന്നു? നേരെ തിരിയുന്നു. അതാണ് രണ്ടാമത്തെ ഡിഫറൻസ്. ഇവരുടെ കേസിൽ ഒരു പോളറൈസേഷൻ ഉണ്ട്. അത് എന്തിന്റെ ഭാഗമായിട്ടാണ്? മെക്കാനിക്കൽ സ്ട്രെസ് ഓർ പ്രഷറിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന പോളറൈസേഷൻ ആണ്. ഇവരുടെ കേസിലോ തെർമൽ ചേഞ്ചസിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്ന ടെമ്പററി പോളറൈസേഷൻ ആണ്. ഇവർക്കൊരു പെർമനന്റ് പോളറൈസേഷൻ ഉണ്ട്. പക്ഷെ നമ്മളൊരു എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് കൊടുത്തു കഴിഞ്ഞാൽ അത് റിവേഴ്സ്ഡ് ആവും. ഓക്കെ, അടുത്തത് പ്രൈമറി സോഴ്സ്. നമ്മൾ പറഞ്ഞു മെക്കാനിക്കൽ സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ അല്ലെങ്കിൽ ലേറ്റന്റ് ഹീറ്റ് ആണ് ഇവിടുത്തെ പ്രൈമറി സോഴ്സ്. ഇവിടുത്തെ പ്രൈമറി സോഴ്സ് എന്താണ്? തെർമൽ ചേഞ്ചസ് ആണ് ഇവിടുത്തെ പ്രൈമറി സോഴ്സ്. ഇവിടുത്തെ എന്താണ്? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ആ ടേംസ് മൂന്നും കീവേഡ്സ് ആണ്, ഓർത്ത് വെച്ചേക്കാം. പീസോ ഇലക്ട്രിസിറ്റിയുടെ മെക്കാനിക്കൽ സ്ട്രെസ് അല്ലെങ്കിൽ പ്രഷർ, പൈറോ ഇലക്ട്രിസിറ്റിയുടെ എന്താണ്? എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ് ആൻഡ് തെർമൽ ചേഞ്ചസ്, ആൻഡ് ഫെറോ ഇലക്ട്രിസിറ്റിയുടെ
എക്സ്റ്റേണൽ ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ആൻഡ് അവസാനമായിട്ട് എവിടേക്കാണ് ആപ്ലിക്കേഷൻസ് വരുന്നത്? നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് കമ്പ്യൂട്ടേഴ്സിൽ, കപ്പാസിറ്റേഴ്സിൽ, ട്രാൻസിസ്റ്റേഴ്സിലൊക്കെയാണ്. ഇത് ന്യൂക്ലിയർ റിയാക്ടേഴ്സിൽ, അതേപോലെ തന്നെ ഡിറ്റക്ടേഴ്സിൽ, സെൻസേഴ്സിലൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇവരും നമ്മൾ റാം, കപ്പാസിറ്റേഴ്സ്, സ്വിച്ചിങ് ഡിവൈസസിലൊക്കെയാണ് ഫെറോ ഇലക്ട്രിസിറ്റിയും യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ അത്യാവശ്യം നമുക്കൊരു സ്റ്റേറ്റ്മെന്റ് വൈസ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ ഡൈഇലക്ട്രിക് പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഓർത്തിരിക്കേണ്ട പ്രധാനപ്പെട്ട കീവേഡ്സും അതേപോലെ പ്രധാനപ്പെട്ട നമ്മളെ കൺഫ്യൂസിങ് ചെയ്യിക്കുന്ന പോയിന്റ്സും ഞാനിവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഇത്രയും പോയിന്റ്സ് നിങ്ങളൊന്ന് എഴുതി പഠിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.